ഇതൊക്കെയാണ് സ്പെസിമെൻ ഡിസൈൻസ്. സജഷൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കണം. നീ ശനിയാഴ്ച വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. ആ എഗ്രിമെന്റിന്റെ കോപ്പി വിശദമായിട്ടൊന്ന് നോക്കണം. നിന്റെ വക്കീലിനെ കൂടെ കാണിച്ചോളൂ. തിങ്കളാഴ്ച കൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാവണം. എഞ്ചിൻ ഓയിലും ടോഡിയും ഡെഫിനറ്റ് ആയിട്ട് ക്ലിക്ക് ആവും. SS ട്രേഡേഴ്സിന്റെ മാർക്കറ്റിംഗ് വിങ്ങാണ് ഇപ്പോൾ യൂറോപ്പിൽ നമ്പർ 1. പുതിയ എക്കണോമിക് ടൈംസിലുണ്ട്. അവരുമായിട്ടുള്ള ടൈപ്പ് എന്തായാലും നമുക്ക് വലിയ ഗുണമായി. എഞ്ചിൻ ഓയിലായിട്ട് സംസ്കരിച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കാന്ന് പറഞ്ഞപ്പോ മന്ത്രി കണ്ണു തള്ളുക. ആദ്യം കേൾക്കണ പോലെ കാസർകോട്ടെ 10-20 ഓട്ടോറിക്ഷ തൊഴിലാളികള് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് എഞ്ചിൻ ഓയിലിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അത് നമ്മുടെ മന്ത്രി അറിഞ്ഞിട്ടില്ല, ഒരു പത്രക്കാർ പറഞ്ഞിട്ടില്ല. കേര കർഷകനെ രക്ഷിക്കാൻ കോടികൾ കുടഞ്ഞിടാൻ പോകുന്നു. ഒന്നും വേണ്ട, മൾട്ടിനാഷണൽ കമ്പനികളുടെ എഞ്ചിൻ ഓയിലിന് പകരം നിൽക്കാൻ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് കഴിയും എന്നുള്ള സത്യം മനസ്സ് തുറന്നൊന്ന് സമ്മതിച്ചാൽ, അതിന് വേണ്ട പ്രചാരം കൊടുത്താൽ അതുപോലെ ഇന്നാട്ടിലെ കേര കർഷകന് അവന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ. ഒരു മൂട് തെങ്ങുണ്ടെങ്കിൽ നാളെ ഒരു കുടുംബം പച്ചപിടിക്കില്ലേ? എന്തായാലും നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങി കഴിയുമ്പോ മൊത്തത്തിൽ ഒരു ഇളക്കമുണ്ടാവും. പണ്ട് വെളിച്ചെണ്ണ കഴിച്ചാൽ ഹൃദയം കത്തിപ്പോന്ന് പ്രചരിപ്പിച്ച് കുറെ കാലം നാട്ടാരെ പാമാലി ഓടിപ്പിച്ച വീരന്മാരല്ലേ ചുറ്റും. ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ശാശ്വതമല്ല. കർഷകന്റെ കണ്ണീരിന് ഒരു സത്യമുണ്ട്, അതൊരു കാലത്തും പാഴാവില്ല. ഇന്നത്തെ അവന്റെ സങ്കടങ്ങളൊക്കെ നാളെ മാറണം. ഇതൊക്കെ അതിന്റെ ഒരു തുടക്കമാവണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കൃഷ്ണ ഗുരുവായൂരപ്പ, ഒരു കൈ സഹായിച്ചേക്കണേ. ശനിയാഴ്ച കൊണ്ട് വരുമ്പോ ലേശ സാവകാശം വേണം. ചിലപ്പോ ബാംഗ്ലൂർ വരെ പോയിട്ടേ മടങ്ങാൻ പറ്റൂ. സൂചിമോനയിലാണല്ലോ നിന്റെ വരവും പോക്കും. അതാ കാലേക്കുട്ടി പറയണേ. നല്ല ആളാ. എത്ര നേരം എന്നറിയോ ഞാൻ ഗേറ്റിന് മുമ്പിൽ വെയിറ്റ് ചെയ്യുന്നു. ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? ബർത്ത്ഡേക്ക് കാശ് തന്നെ എനിക്ക് വാങ്ങിച്ചെന്ന സാരിയല്ലേ ഇത്? ഇന്ന് തന്നെ ഇത് ഉടുത്ത് കാണണമെന്ന് വാശി പിടിച്ചതുകൊണ്ടല്ലേ ഞാൻ ഈ വേഷം കെട്ടി ഇറങ്ങിയത്. കാണുമ്പോഴുള്ള സ്നേഹമൊക്കെ ഉള്ളൂ. എനിക്കറിയാം, കാശിക്ക് ഈയിടെയായിട്ട് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. ഈശ്വര, ഞാൻ കണ്ടില്ലായിരുന്നു. സോറി തമ്പുരാൻ. ഇത് ആ കുട്ടിയല്ലേ മാളിയിൽ ഇന്റർവ്യൂവിന് വന്ന? അനിയൻകുട്ട, എന്താ നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? അത് ഞങ്ങളുടെ ഇവിടെ എന്തോ ഒരു ഫീച്ചർ ചെയ്യാനും അങ്ങനെ എന്തോ പരിചയം. അപ്പോ ഇടയിൽ എന്തോ സാരിയുടെ കാര്യം പറഞ്ഞില്ലേ? സാരിയുടെ കാര്യം പറഞ്ഞു. അതെ, അതെന്താന്ന് എനിക്കും മനസ്സിലായില്ല. എന്നാ എനിക്ക് മനസ്സിലായി. സത്യം അനിയൻകുട്ട, നിനക്ക് കള്ളം പറഞ്ഞു ശീലം. അതിന് ശ്രമിച്ച എന്റെ കുഞ്ഞു വഷളാവണ്ട. നിങ്ങൾ തമ്മിൽ എന്താ ശരിക്കും? ചേട്ടാ, ഞങ്ങൾ തമ്മിൽ ശരിക്കും എനിക്കറിഞ്ഞൂടാ. വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ മനസ്സ് ഈ മുഖത്തെനിക്ക് വായിക്കാം. ഇത്തവണ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാഹുകാലത്താ. തിരക്കിനിടയിലൊക്കെ തെറ്റി. ഇവിടെ എത്തും വരെ അതിന്റെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിച്ചതിലും നന്നായിട്ട് നടന്നു. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പ്രധാന കാര്യം കൂടി ഇല്ലടോ. നന്നായേ ഉള്ളൂ. ഏട്ടന് സന്തോഷായി. നല്ല കുട്ടിയാവള്. ഇനി നിന്നെ ഞാൻ വിടില്ല. വരുമ്പോ അവളെ കൂടെ കൂട്ടിക്കൂടെ വന്നോളൂ, മീനുനെ. അപ്പൊ ശരി. എങ്ങനെ, സ്ട്രോങ് അല്ലേ? പോട്ടെ. ഇതാ കുഴപ്പം. പെമ്പിള്ളേർ ഒരു നല്ല കാര്യം ചെയ്താ സമ്മതിച്ചു തരില്ലല്ലോ. ഏട്ടൻ തമ്പുരാൻ നമ്മുടെ കാര്യത്തിൽ ഇപ്പോ ഡബിൾ സ്ട്രോങ് ആയില്ലേ. അതുകൊണ്ട് ഇനി വലിയ ഗ്യാപ്പ് ഇടാതെ മോൻ എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു കിസ് തന്നേ. പറന്നെൻ തൊട്ടു തൊട്ടു നിന്നാട്ടെ എൻ തമ്പുരാട്ടി നീയല്ലേ.
ഹലോ ഏട്ടത്തി ഏ അനിയും കുട്ടനോ? എന്താടാ ഈ രാത്രിയില്? ഒന്നുമില്ല, വെറുതെ. വെറുതെയോ? ഈ നേരത്തോ? ഏട്ടൻ എന്തെടുക്ക? നീ ഇന്നെന്തോ ഏടാ കൂടെ ഒപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താടാ, എന്തു പറ്റി? ആരാ ദേവു? ആ അനിയും കുട്ടനാ. എന്താ രാത്രിയില്? ആ ദാ ഏട്ടന് കൊടുക്കട്ടോ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പിന്നെ വിളിച്ചോളാം. വേഗം വന്നേ. ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, കട്ടായല്ലോ. ആ